ഹലോ എവരിവൺ, ഇന്നത്തെ നമ്മളെ റെസിപ്പി ഗേവർ. ഇതൊരു രാജസ്ഥാനി സ്വീറ്റാണ്. കഴിക്കാനും അടിപൊളിയാണ്. ഇതൊരു മൗത്ത് മെൽറ്റിംഗ് ഐറ്റം തന്നെയാണ് മക്കളെ. ഈ ഗേവർ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പം 2 റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയാണ്. അപ്പം മിൽക്ക് മെയ്ഡ് ഈ ഗേവറിൽ നിർബന്ധമൊന്നുമില്ല. ടോപ്പിങ്സ് ആയിട്ട് വേറെയും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സൊക്കെ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് മിൽക്ക് പൗഡറോ അങ്ങനെയുള്ള ഒരു ഐറ്റംസും വേണ്ട. ആകെ വേണ്ടത് 500 ml മിൽക്കും അതുപോലെ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് രണ്ടും മാത്രം മതി. ഒരു പാക്കറ്റ് പാല് പാത്രത്തിൽ വെച്ചിട്ട് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് എന്ത് വന്നാലും 30 രൂപ കൊടുത്തിട്ട് മിൽക്ക് മെയ്ഡ് വാങ്ങാൻ വേണ്ടി പറ്റൂല. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇതിന് നല്ല വേറെ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പം മിൽക്ക് മെയ്ഡ് സെയിം എക്സാക്റ്റ് മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി തന്നെയാണിത്. നമ്മളുടെ മിൽക്ക് മെയ്ഡ് കുറുകാൻ തുടങ്ങിയാൽ പെട്ടെന്നായിട്ട് കുറുകിയിട്ട് കിട്ടും. അപ്പം എൻ്റെത് ഇപ്പോൾ കുറുകിയിട്ട് ഈ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്, അതുപോലെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ മിൽക്ക് മെയ്ഡ് നല്ല ചൂടോടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം തണുത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല തിക്കായിട്ട് വരും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗേവർ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. അപ്പം ഗേവറിന് മിൽക്ക് മെയ്ഡ് നിർബന്ധമൊന്നുമില്ല. ഇതൊരു ടോപ്പിംഗ് ആയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു അളവ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയം ഇതിൻ്റെ പകുതിയും എടുക്കാവുന്നതാണ്. ഇപ്പം 50 ഗ്രാം ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിന് പകരം 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ കഷ്ണം ഐസ് എടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കൊരു ഈസി ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിൽ ഞാനത് ചെയ്തിട്ടില്ല. ജ്യൂസിൻ്റെ ജാറിൽ നമ്മൾ ഗീയും അതുപോലെ തന്നെ 3-4 കഷ്ണം ഐസും ഇട്ടിട്ട് നല്ല ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. ഇപ്പം നല്ലപോലെ ബട്ടറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് പകരം ബട്ടർ എടുത്തുകൂടെയെന്ന്. പക്ഷേ നമ്മൾ ഗേവറിന് മെയിനായിട്ട് ഗീ ആണ്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മൾ ഗീയും ഒക്കെ ചേർന്നിട്ട് 1 കപ്പ് മൈദയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്, അതുകൊണ്ടാണ് 2 കപ്പ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മാത്രം സോൾട്ടും കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ മിക്സാക്കിയ ശേഷം 1/2 കപ്പിലും വളരെ കുറച്ച് മാത്രം മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഐസ് വാട്ടറാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പം നല്ലപോലെ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള വാട്ടർ ചേർക്കാൻ വേണ്ടി പാടില്ല. ഐസ് വാട്ടർ തന്നെ ഇതിലേക്ക് ചേർക്കണം. ഇതൊരു രാജസ്ഥാനി സ്വീറ്റ് റെസിപ്പിയാണ്. രാജസ്ഥാനിൽ മാത്രമല്ല, ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടുന്ന സ്വീറ്റാണ്. രാജസ്ഥാനിൽ ന്യൂലി മാരീഡ് കപ്പിൾസിനൊക്കെ അവർ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സ്വീറ്റാണിത്. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാനായിട്ട് തോന്നും. അതിൻ്റെ ആ ക്രിസ്പിനെസ്സും അതിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ളൊരു സ്വീറ്റും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പം നല്ല ലൂസ് ബാറ്ററായിട്ട് ഇത് നമ്മൾ തയ്യാറാക്കണം. നമ്മൾ ഐസ് വാട്ടർ തന്നെ യൂസ് ചെയ്യണം. നമ്മൾക്ക് തീയിൽ ജസ്റ്റ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ആ വീഡിയോ ക്ലിയറായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം ഇതുപോലെ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് കുക്കാവുന്ന സമയം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ആ ഒരു കുക്കായ ശേഷം മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ആ പാത്രത്തിൻ്റെ പകുതി മാത്രമാണ് ഓയിൽ വേണ്ടത്. ഓവറായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയം അതിങ്ങനെ പതഞ്ഞ് വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വേണം ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാം. തീയൊന്നും പിടിക്കില്ല കേട്ടോ. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ മാത്രം മതി. പിന്നെ എന്ത് ചെയ്യുക, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിൻ്റെ പകുതി മാത്രം ഓയിൽ എടുക്കുക.
നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്യില്ലേ, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുന്ന സമയം നമുക്ക് തീ നല്ലപോലെ കൂട്ടിയിട്ട് വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയുന്നതല്ല. കുറച്ച് പഞ്ചസാരയും വെള്ളവും അതുപോലെ തന്നെ ഏലക്കായും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നൂൽ പരുവം ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു. നമ്മളെ ഗേവർ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് തയ്യാറാക്കി. ഇതിൽ എണ്ണയൊന്നും കുടിക്കാത്ത ഒരു അടിപൊളിയായിട്ടുള്ള സ്വീറ്റാണ്. അപ്പം എക്സാക്റ്റ് ആയിട്ടുള്ള എണ്ണയൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, പ്ലേറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളെ മിൽക്ക് മെയ്ഡ് ടോപ്പിങ്ങിൽ വെക്കാം. ഈ മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഡ്രൈ നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് മാത്രം ഇതാക്കിയിട്ടും നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇനിയും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി പറയാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.